മഴമേഘങ്ങൾ മാറി നിന്ന അന്തരീക്ഷത്തിൽ അക്ഷരം മധുരം മഴവില്ലായി വിരിഞ്ഞു. ആയിരക്കണക്കിന് കുരുന്നുകൾക്ക് അറിവിൻ്റെ ലോകത്തേക്ക് പൊതുപ്രവേശനം. 2 മാസത്തെ വേനലവധിക്ക് ശേഷം തിരികെ എത്തിയ കുട്ടികൾക്കും സുഹൃത്തിൻ്റെയും അറിവിൻ്റെയും ലോകത്തേക്ക് വീണ്ടും എത്തിയതിൻ്റെ ആഹ്ലാദം. വർണ്ണാഭമായി അലങ്കരിച്ച ക്ലാസ് മുറിയിലേക്ക് കുട്ടികളെ മധുരം നൽകി സ്വീകരിച്ച് കോട്ടയം ജില്ലാതല പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. നീണ്ടൂർ SKV ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാതല പ്രവേശനോത്സവം സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്ത് പശ്ചാത്തല സൗകര്യങ്ങളുടെ കാര്യത്തിലും അക്കാദമിക സൗകര്യങ്ങളുടെ കാര്യത്തിലും സംസ്ഥാനം ഏറെ മുന്നേറ്റമുണ്ടാക്കിയെന്ന് മന്ത്രി പറഞ്ഞു. ശാസ്ത്ര സാങ്കേതിക വിഷയത്തിലും നിർമ്മിത ബുദ്ധിയിലും അടക്കം ചെറിയ ക്ലാസുകളിൽ തന്നെ പഠിപ്പിച്ച് കുട്ടികളിലെ സമഗ്ര പുരോഗതിക്ക് ആവശ്യമായ രീതിയിലാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല പുരോഗമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മുന്നോട്ട് കൊണ്ടുവരാൻ പശ്ചാത്തല സൗകര്യം ഒരുക്കിയ പ്രവർത്തനങ്ങൾക്കായിരുന്നു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ സംസ്ഥാന ഗവൺമെൻറ് ആദ്യം ലക്ഷ്യമിട്ടത്. കുട്ടികൾക്ക് ഇന്ന് വർണ്ണക്കൂടാരം SSK തയ്യാറാക്കി എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ പുതിയതായി സമാരംഭിക്കുമ്പോൾ വിനോദത്തിലൂടെ വിജ്ഞാനത്തിലേക്കുള്ള ആശയം മുൻനിർത്തിക്കൊണ്ട് തന്നെ അതിൽ പഴയ LKG UKGയുടെ സ്ഥാനത്ത് വർണ്ണക്കൂടാരം ഗവൺമെൻറ് സ്കൂളുകളിൽ ഏറെ പ്രയോജനകരമായി വന്ന് ആ പ്രീ പ്രൈമറിയുടെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച കാലഘട്ടമാണ്. ഇന്ത്യക്ക് മാതൃകയായി നീതി ആയോഗിന്റെ പരിശോധനയിൽ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ നിലവാരം പരിശോധിക്കുമ്പോൾ അതിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരളമാണ് എന്ന് നമുക്ക് അഭിമാനത്തോടെ നോക്കിക്കാണാൻ കഴിയുന്നു. SKV സ്കൂളിന് സർവശിക്ഷ കേരളം ഫണ്ടിലൂടെ അനുവദിച്ച ടിങ്കറിംഗ് ലാബിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ഫ്രാൻസിസ് ജോർജ് MP മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ കളക്ടർ ജോൺ V സാമുവൽ നവാഗതരെ സ്വാഗതം ചെയ്തു. സാഹിത്യകാരനും പൂർവ്വ വിദ്യാർത്ഥിയുമായ S ഹരീഷ് സ്കൂളിന്റെ കയ്യെഴുത്ത് മാഗസിൻ പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ PR അനുപമ, ഹൈമി ബേബി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തോമസ് കോട്ടൂർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആലീസ് ജോസഫ് തുടങ്ങിയ നിരവധി പ്രമുഖർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.